അതിനുശേഷം നമ്മൾ ഫോർ ലൂപ്പിന്റെ ഒരു സിൻടാക്സ് ആണ് നോക്കുന്നത്. സിൻടാക്സ് ഓഫ് ഫോർ ലൂപ്പ് ഫോർ യു ഈക്വൽ ടു E1 to E2 സ്റ്റെപ്പ് E3 പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് നെക്സ്റ്റ് യു. എ ലൂപ്പ് വിതിൻ അനദർ ലൂപ്പ് ഇസ് നോൺ ആസ് നെസ്റ്റഡ് ലൂപ്പ്. ഒരു ലൂപ്പിന്റെ അകത്ത് വേറൊരു ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. U controls a looping operation and therefore it is known as control variable of the loop. U എന്താണ്? Control variable ആണ്. E1 initial value of U ആണ്. E2 final value of U ആണ്. E3 is the increment value assigned to U for every repetition of the loop. Step E3 may be positive or negative. Step E3 എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, but it should not be zero. Avoid infinite looping. Step E3 is optional. If it is not present, value of +1 is assigned to E3. Body of the loop consists of all statements between for and next statement. Jumps in loop for next. 10 for j equal to 1 to 15. പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തതിന് ശേഷം 50 for k equal to 1 to 10. പിന്നെ 90 നെക്സ്റ്റ് k, 100 നെക്സ്റ്റ് j. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഔട്ടർ ലൈൻ ബ്ലൂ കളറിലാണ്, ഇത് ബ്രൗൺ കളറിലാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കെ എന്ന് പറയുന്ന ഒരു ലൂപ്പ് ഫോർ കെ ഈക്വൽ ടു 1 to 10 നെക്സ്റ്റ് കെ എന്ന് പറയുന്ന ഈ ഒരു ലൂപ്പ് ഫോർ ജെ ഈക്വൽ ടു 1 to 15 നെക്സ്റ്റ് ജെന്റെ അകത്താണ്. അപ്പോൾ ഇതൊരു നെസ്റ്റഡ് ലൂപ്പാണ്. അപ്പം കെ ക്ലോസ് ചെയ്തതിന് ശേഷം വേണം ജെ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തായി പോവും? ഓവർലാപ്പ് നടന്നു പോവും. അത് പാടില്ല. മെട്രിക്സ് അഡീഷൻ യൂസിങ് വൺ ഡയമെൻഷണൽ array. 10 rem program to perform matrix addition. 20 dim a of 3, b of 3, c of 3. 3 array നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. 25 for I equal to 1 to 3, 30 read a of I, 40 next I, 50 for I equal to 1 to 3, 55 read b of I, 60 next I. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ രണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സിലേക്കും ബി എന്ന് പറയുന്ന മെട്രിക്സിലേക്കും വാല്യൂസ് റീഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡാറ്റ 3,4,5, ഡാറ്റ 3,6,5. 60 let's see of I equal to 0. 65 for I equal to 1 to 3, 70 C of I equal to A of I plus B of I, 75 next I, 90 for I equal to 1 to 3, 95 print C of I, 100 next I, 110 end. ഇവിടെ നമ്മൾ A of I plus B of I രണ്ട് array തമ്മിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ അതാ കിട്ടുന്ന വാല്യൂ സി ഓഫ് ഐ എന്ന് പറയുന്ന എറയിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. പ്രോസസ്സിംഗ് സ്റ്റെപ്പാണിത്. ഓക്കെ, അതിനുശേഷം ആ സി ഓഫ് ഐ ആണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത്. 90 ഫോർ ഐ ഈക്വൽ ടു 1 to 3, 95 പ്രിന്റ് സി ഓഫ് ഐ, 100 നെക്സ്റ്റ് ഐ, 110 എൻഡ്. ഇത്രയാണ് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ 10 പ്രാവശ്യം എ എന്ന് പറയുന്ന എറയിലേക്കും ബി എന്ന് പറയുന്ന എറയിലേക്കും നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്തു. അതിനുശേഷം ആ രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്ത് ആ വാല്യൂ നമ്മൾ സി ഓഫ് ഐയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം സി ഓഫ് ഐ പ്രിന്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അടുത്തത് മെട്രിക്സ് അഡീഷൻ യൂസിങ് 2 dimensional array. ഇത്രയും നേരം നമ്മൾ നോക്കിയത് 1 dimensional array ആയിരുന്നു. ഇനി നമ്മൾ 2 dimensional arrayയിലേക്ക് കിടക്കുകയാണ്. 10 run program to perform matrix addition. 20 dim a of 2,2, b 2,2, c 2,2. ഇവിടെ 2,2 എന്ന് കൊടുത്തത് കാരണം നമ്മൾ മനസ്സിലാക്കണം ഇതൊരു 2 dimensional array ആണ്. റോ ഉണ്ട്, കോളം ഉണ്ട്. 25 for I equal to 1 to 2, 26 for j equal to 1 to 2, 30 read a of I, j close ചെയ്യുക ബ്രാക്കറ്റ്, 40 next j, 45 next j. ഇവിടെ 2 dimensional array ആയതുകൊണ്ട് I റോന്റെ സ്ഥാനത്തും j കോളത്തിന്റെ സ്ഥാനത്തുമാണ്. അപ്പോൾ for I equal to 1 to 2, for j equal to 1 to 2 read a of parenthesis I, j close the parenthesis. പിന്നെ നെക്സ്റ്റ് j ആണ് ആദ്യം കൊടുക്കുന്നത്, പിന്നെ നെക്സ്റ്റ് I. അതായത് ജെ എന്ന് പറയുന്ന ലൂപ്പ് ഇന്ന ലൂപ്പാണ് ഐയുടെ. അപ്പൊ ജെ ക്ലോസ് ചെയ്തിട്ട് വേണം ഐ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തായി പോവും? ഓവർലാപ്പ് ആയി പോവും. അങ്ങനെ ആദ്യത്തെ എറയിലേക്ക് നമ്മൾ എലമെന്റ്സ് റീഡ് ചെയ്തു. അതേപോലെ രണ്ടാമത്തെ എറയിലേക്ക് എലമെന്റ്സ് റീഡ് ചെയ്യുക. 50 for I equal to 1 to 2, 51 for j equal to 1 to 2, 55 read b of I, j, 60 next j, 61 next I. പിന്നെ 65 റീഡ് എലമെന്റ് ഉള്ളത് കൊണ്ട് റീഡ് എലമെന്റ് കണ്ടു കഴിഞ്ഞാൽ കമ്പൈലർ എന്ത് ചെയ്യും? കമ്പൈലർ ഡാറ്റ എന്ന് പറയുന്ന എലിമെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ രണ്ട് ഡാറ്റ എലമെന്റ്സ് കൊടുക്കണം. 65 ഡാറ്റ 2,
5, 7, 9, 66 ഡാറ്റ 1, 3, 5, 7. അങ്ങനെ രണ്ടും നമ്മൾ എൻ്റർ ചെയ്തു. അതിനുശേഷം ഓരോന്നും നമ്മൾ പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ചെയ്തതിനു ശേഷം പ്രോസസ്സിംഗ് നടക്കുകയാണ്. ഫൈനൽ റിസൾട്ട് C(ij) പ്രിന്റ് ചെയ്യണം. അതിന് 67 for I equal to 1 to 2, 68 for j equal to 1 to 2, 69 print A of I, j, 70 next j, 75 next I. ആദ്യത്തെ array 2-dimensional array പ്രിന്റ് ചെയ്തു. ഇനി രണ്ടാമത്തത് for I equal to 1 to 2, for j equal to 1 to 2, 90 print B of I, j, next 95 next j, 100 next I. അപ്പോൾ രണ്ടാമത്തെ എറേയും പ്രിന്റ് ചെയ്തു. പിന്നെ 105 ലെറ്റ് C of I, j equal to 0 അങ്ങനെ ഒന്ന് ഡിക്ലെയർ ചെയ്തു. 110 for I equal to 1 to 2, 115 for j equal to 1 to 2, 120 C of I, j equal A of I, j plus B of I, j, 125 next j, 130 next I. അങ്ങനെ പ്രോസസ്സിംഗ് നടന്നു. പ്രോസസ്സിംഗ് സ്റ്റെപ്പാണ്. C of I, j A of I, j plus B of I, j കിട്ടുന്ന എലമെന്റ് എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? C of I, j. അതിനുശേഷം 135 for I equal to 1 to 2, 136 for j equal to 1 to 2, 137 print C I, j, 138 next j, 139 next I, 148. ഫൈനലി നമ്മൾ എന്ത് ചെയ്തു? പ്രിന്റ് C of I, j പ്രിന്റ് ചെയ്തു. അത് 2-dimensional array ആണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. സിൻടാക്സ് ഓഫ് ഫോർ ലൂപ്പ് for u equal to e1 to e2 step e3, some statements, then body of the loop. Next to u, a loop within another loop is known as nested loop. ഇത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഒരു ലൂപ്പിന്റെ അകത്ത് വേറൊരു ലൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന്. u controls a looping operation and therefore it is known as the control variable of the loop. u എന്ന് പറയുന്നത് കൺട്രോൾ വേരിയബിൾ ആണ്. e1 ഇനീഷ്യൽ വാല്യൂ ഓഫ് u ആണ്. e2 ഫൈനൽ വാല്യൂ ഓഫ് കൺട്രോൾ വേരിയബിൾ ആണ്. e3 increment value assigned to u for every repetition of the loop. Step e3 may be positive or negative. അത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. സ്റ്റെപ്പ് e3 എന്താണ്? ഓപ്ഷണൽ ആണ്. നമ്മളിപ്പോൾ കൊടുത്തില്ലെങ്കിൽ അത് പോസിറ്റീവ് +1 ആയിട്ട് എടുത്തോളും. ബോഡി ഓഫ് ദി ലൂപ്പ് കൺസിസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ബിറ്റ്വീൻ 4 ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. കണ്ടോ? ജംപ്സ് ഇൻ ലൂപ്പ് 4 നെക്സ്റ്റിന് 10 for j equal to 1 to 15. ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇടയിലുണ്ട്. പിന്നെ 50ൽ for k equal to 1 to 10 കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. പിന്നെ 90ൽ നെക്സ്റ്റ് k ആണ് കൊടുത്തത്. ഇത് കണ്ടോ? ഒരേ കളർ. അതായത് ഈ ഒരു k കൺട്രോൾ വേരിയബിൾ ആയിട്ടുള്ള ലൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ j കൺട്രോൾ വേരിയബിൾ ആയിട്ടുള്ള ലൂപ്പ് ക്ലോസ് ചെയ്യേണ്ടത്. ഓവർലാപ്പിംഗ് പാടില്ല എന്ന് അർത്ഥം. പിന്നെ ഇവിടെ ഈ ഒരു ആരോ കാണിച്ചിരിക്കുന്നത് എന്തിനാ? ഇവിടെ നമ്മൾ go to 20 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 10 കഴിഞ്ഞാൽ 20 ലൈൻ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആരോ കൊടുത്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ജംപ്സ് ഇൻ ലൂപ്പ് എന്ന് പറയുന്നത്. മേലോട്ട് ജമ്പ് ചെയ്യാം, അതേപോലെ താഴോട്ടും ജമ്പ് ചെയ്യാം. ഇപ്പൊ 95ൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ go to 95 എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ട് താഴേക്ക് ജമ്പ് ചെയ്തു എന്ന് വരാം. പിന്നെ മെട്രിക്സ് അഡീഷൻ യൂസിങ് 1-dimensional array. 10 run program to perform മെട്രിക്സ് അഡീഷൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഹെഡിങ്ങിന്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ മെട്രിക്സ് സബ്ട്രാക്ഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. റൺ പ്രോഗ്രാം ടു പെർഫോം മെട്രിക്സ് സബ്ട്രാക്ഷൻ dim a3, b3, c3. അപ്പൊ എന്താണ്? 1-dimensional array ആണെന്ന് മനസ്സിലായി. for I equal to 1 to 3 read a of I, next I. ആദ്യത്തെ എറയിലേക്ക് എലമെന്റ്സ് റീഡ് ചെയ്തു. പിന്നെ for I equal to 1 to 3 read b of I, next I. രണ്ടാമത്തെ എറയിലേക്ക് എലമെന്റ്സ് റീഡ് ചെയ്തു. let's c of I equal to 0. ഇനീഷ്യലൈസേഷൻ ആണ്. for I equal to 1 to 3 c of I equal to a of I minus b of I. എറേ എ എറയിലത്തത് ഒരു എലമെന്റ് ബി എറയിലത്തെ ഒരു എലമെന്റ് ആയിട്ട് മൈനസ് ചെയ്തിട്ട് അത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു? സി ഓഫ് ഐയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി നമുക്കത് പ്രിന്റ് ചെയ്യണ്ടേ? അപ്പൊ പ്രിന്റ് റീഡ് എലമെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കമ്പൈലർ ഡാറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. 3 എലമെന്റ് ആയതുകൊണ്ട് ഡാറ്റ 10, 20, 30 എറേ എ എറേ എടുക്കും. അതേപോലെ 85ൽ ഡാറ്റ 5, 5, 5 എറേ ബി എടുക്കും. പിന്നെ 90ൽ for I equal to 1 to 3 95 print c of I. ആ സി എറയിലുള്ള എന്താണോ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളത് പ്രിന്റ് ചെയ്യുന്നു. 100 നെക്സ്റ്റ് ആയി 110 എൻഡ്. അതേപോലെ തന്നെ അത് നമ്മളിപ്പോൾ പഠിച്ചത് 1-dimensional array ആയിരുന്നു. ഇനി മെട്രിക്സ് സബ്ട്രാക്ഷൻ ആണ്. എഡിഷൻ അല്ല, സബ്ട്രാക്ഷൻ യൂസിങ്
2 dimensional array. നമുക്ക് from program to perform matrix subtraction ആണ് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, വിഷമിക്കേണ്ട. 20 dim a2, 2 കാരണം 2, 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം ഇത് 2 dimensional array ആണെന്ന്. a2, 2 b2, 2 c2, 2. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് കൺട്രോൾ വേരിയബിൾ ആവശ്യമുണ്ട്, രണ്ട് ഫോർ ലൂപ്പും ആവശ്യമുണ്ട്. 25 for I equal to 1 to 2, 26 for j equal to 1 to 2, 30 read a of I, j, 40 next j, for 45 next j. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ഐയിൽ ആദ്യം തുടങ്ങി സെക്കൻഡ് ജെ തുടങ്ങിയെങ്കിലും ജെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഐ ക്ലോസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഓവർലാപ്പിംഗ് സംഭവിക്കും. അതുകൊണ്ട് ആദ്യം ജെ ക്ലോസ് ചെയ്ത് ഇന്നർ ലൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം ഔട്ടർ ലൂപ്പ് ക്ലോസ് ചെയ്യുക. ഇതേപോലെ തന്നെ 50 for I equal to 1 to 2, 51 for j equal to 1 to 2, 55 read b I, j, 60 next j, 61 next I. ഇപ്പൊ ഇത് 2 dimensional array ആയതുകൊണ്ട് രണ്ട് ഫോർ ലൂപ്പ് ആവശ്യമുണ്ട്, രണ്ട് കൺട്രോൾ വേരിയബിളും ആവശ്യമുണ്ട്. ഇന്നർ ലൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഔട്ടർ ലൂപ്പ് ക്ലോസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 65 ഡാറ്റ 10, 20, 30, 40. അപ്പം റീഡ് എലമെന്റ്സ് 2 into 2 4 കണ്ടോ, 2 into 2 4 എലമെന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആര്, കമ്പൈലർ. അപ്പൊ ഡാറ്റയിൽ 10, 20, 30, 40. പിന്നെ ഡാറ്റ 2, 2, 2. അടുത്തത് ബിയിൽ എന്തായിരിക്കും, 2 ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ എ എറേ എലമെന്റ് പ്രിന്റ് ചെയ്തു. ഇതേപോലെ for I equal to 1 to 2, for j equal to 1 to 2, print a of I, j, next j, next j. അപ്പൊ എ എറേ എ പറയുന്ന എറേയിലേക്ക് കയറിയ എലമെന്റ്സിനൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്തു. അതേപോലെ 80 for I equal to 1 to 2, 85 for j equal to 1 to 2, 90 print b of I, j, 95 next j, 110 next j. അപ്പൊ ബി എറേ ബി എന്ന് പറയുന്ന എറേയും നമ്മൾ പ്രിന്റ് ചെയ്തു. 105 ലെറ്റ് സി ഓഫ് I, j equal to 0 ഇനീഷ്യലൈസ് ചെയ്തു. അങ്ങനെ ഒരു എറേ ഉണ്ട്, നമ്മൾ കമ്പൈലറിന് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ഒരു എറേ യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി. 110 for I equal to 1 to 2, for j equal to 1 to 2, 120 ci, j equal to a of I, j minus b of I, j, 125 next j, 130 next I. അപ്പൊ എന്ത് സംഭവിച്ചു, സി ഓഫ് I, j എന്ന് പറയുന്ന എറേയിലേക്ക് ആദ്യത്തെ എറേ മൈനസ് രണ്ടാമത്തെ എറേ ചെയ്തിട്ടുള്ള എലമെന്റ്സ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, തേർഡ് എറേ. അപ്പൊ നമ്മൾ ആ തേർഡ് എറേ പ്രിന്റ് ചെയ്യണ്ടേ, അതാണ് ഫൈനൽ. 135 for I equal to 1 to 2, 136 for j equal to 1 to 2, 137 print c of I, j, 138 next j, 139 next I, 140 end. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, 2 dimensional എറേ ആവുമ്പം രണ്ട് കൺട്രോൾ വേരിയബിൾ വേണം. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന രണ്ട് കൺട്രോൾ വേരിയബിൾ ഏതൊക്കെയാണ്, ഐയും ജെയും. പിന്നെ I, j രണ്ട് കൺട്രോൾ വേരിയബിൾ ആണ്. പിന്നെ രണ്ട് ഫോർ ലൂപ്പ് ആവശ്യമുണ്ട്. അതേപോലെ ഇന്നർ ലൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം ഔട്ടർ ലൂപ്പ് ക്ലോസ് ചെയ്യുക. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ആദ്യം ഫസ്റ്റ് എറേയിലേക്ക് എലമെന്റ്സ് റീഡ് ചെയ്തു, രണ്ടാമത്തെ എറേയിലേക്ക് എലമെന്റ്സ് റീഡ് ചെയ്തു, എന്നിട്ട് ആ റീഡ് ചെയ്ത എലമെന്റ്സ് രണ്ടും പ്രിന്റ് ചെയ്യിച്ചു. അതിനുശേഷം പെർഫോം സബ്ട്രാക്ഷൻ ചെയ്തു. അതിനുശേഷം സി ഓഫ് I, j സബ്ട്രാക്റ്റഡ് വാല്യൂ ഉണ്ട്, അത് നമ്മൾ അവസാനം എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അത് പഠിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.